Solving quadratic equation by this 4 methods ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, സെക്കൻഡ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്, തേർഡ് ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഏതാ ക്വാഡ്രാറ്റിക് ഫോർമുല? എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഫോർത്ത് വൺ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 45 ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് 4 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഓർ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എ ബി ആൻഡ് സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷന് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 18x, ഇവിടെ പ്ലസ് ആണ് അല്ലേ, സോ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് തന്നെയാണ്. സോ പ്ലസ് മൈനസ് 18x പ്ലസ് 45 ഈക്വൽ ടു 0 എന്ന് എഴുതാം. നെക്സ്റ്റ് എ ബി ആൻഡ് സിൻ്റെ വാല്യൂ നോക്കാം. എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റ്, ഹിയർ ഇറ്റ് ഇസ് 1. ബി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ്, ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് -18. നെക്സ്റ്റ് കോൺസ്റ്റൻറ്റ് സി ഈക്വൽ ടു 45. ഓക്കെ, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സമ്മും പ്രൊഡക്റ്റും നോക്കുക. Sum equal to b equal to -18 and product equal to a into c. a equal to 1 into c 45. 1 into 45 is 45. Okay. Next step നമ്മൾ നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ നമ്പേഴ്സിൻ്റെ കണ്ടീഷൻ എന്താണ്? അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടണം ആൻഡ് ആഡ് ചെയ്യുമ്പം നമുക്ക് -18 കിട്ടണം. ഓക്കെ, സോ 45നെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളാവും. ഫസ്റ്റ് 1 ഇൻറ്റു 45 ആണ്. നെക്സ്റ്റ് 2 45ൻ്റെ ഫാക്ടർ അല്ല. നെക്സ്റ്റ് 3 ഇൻറ്റു 3 ഇൻറ്റു 5 15. നെക്സ്റ്റ് 4 45ൻ്റെ ഫാക്ടർ അല്ല അല്ലേ. ഓക്കെ, നെക്സ്റ്റ് 5 ഇൻറ്റു 3 ഇൻറ്റു 3 9. 5 ഇൻറ്റു 9 45 ആണ്. ഓക്കെ, ഇപ്പോൾ 45നെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, വേറെ നമ്പേഴ്സ് ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? സം ഇസ് ഈക്വൽ ടു -18 ആയിരിക്കണം. സോ ഫസ്റ്റ് 1 and 45 ആണ്, സാറ്റിസ്ഫൈ ചെയ്യൂല. നെക്സ്റ്റ് 3 and 15. ഓക്കെ, 3 + 15 is equal to 18. സാറ്റിസ്ഫൈഡ് അല്ലേ. സോ നമ്മളെ നമ്പേഴ്സ് എന്തൊക്കെയായിരിക്കും? 3ഉം 15ഉം ആയിരിക്കും. നെക്സ്റ്റ് ഒരു കണ്ടീഷനും കൂടിയുണ്ട്, -18 ആണ് അല്ലേ. -18. സോ -18 എങ്ങനെ വരും? ഇപ്പം -3 -15 രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? രണ്ടും ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈനം കൊടുക്കും അല്ലേ. ഓക്കെ, അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം -3 ഇൻറ്റു -15 is equal to +45 ആണ്. സോ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. സോ നമ്മളെ നമ്പേഴ്സ് എന്തൊക്കെയാണ്? -3 and -15. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളെ മിഡിൽ ടേം, ഇവിടെ മിഡിൽ ടേം എന്താണ്? -18 അല്ലേ. -18 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് -3 പ്ലസ് -15 എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് -3 പ്ലസ് -15 ഇൻറ്റു എക്സ് പ്ലസ് 45 equal to 0. Plus minus അല്ലേ. സോ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ, എക്സ് മൾട്ടിപ്ലൈ ചെയ്യാം, -3 ഇൻറ്റു എക്സ് -3x -15 ഇൻറ്റു എക്സ് -15x പ്ലസ് 45 is equal to 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് -3x പ്ലസ് -15x plus 45 is equal to 0. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? രണ്ട് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കോമൺ ടേംസ് ഔട്ട് സൈഡ് എടുക്കാം. ഇവിടെ എക്സ് സ്ക്വയർ -3xൽ എക്സ് കോമൺ ആണ്. സോ എക്സ് ഇൻറ്റു എക്സ് -3. ഓക്കെ, ഇവിടെ -15 കോമൺ ആണ് അല്ലേ. 45 is equal to 15 ഇൻറ്റു 3 ആണ്. സോ -15 ഔട്ട് സൈഡ് എടുത്താൽ x plus 45 becomes -3 equal to 0. ഇവിടെ x -3 കോമൺ ആണ്. സോ നമുക്ക് ടേക്ക് ഇറ്റ് ഔട്ട്.
x minus 3 into x minus 15 equal to 0. Next, x in the value find out here. X minus 3 into x minus 15 is equal to 0 implies x minus 3 is equal to 0 or x minus 15 is equal to 0. So x equal to 3, ഇവിടെ x equal to 15. Okay, so x in the values എന്തൊക്കെ കിട്ടി? 3, 15. x equal to 3, 15. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് x ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എ ബി ആൻഡ് സിൻ്റെ വാല്യൂസ് എഴുതുക. നെക്സ്റ്റ് ഈ ഷോർട്ട് കട്ടിൽ ആകെ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിഡിൽ ടേം ബ്രേക്ക് ചെയ്തിട്ട് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. -3 and 15 ആണ് അല്ലേ? സോ -3, -15 ആണ് നമ്പേഴ്സ്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ചേഞ്ച് ദ സൈൻ. അതായത് -3 3 ആക്കുക, -15 15 ആക്കുക. ഇപ്പോൾ +15 ആണെങ്കിൽ -15 സൈൻ ഏതാണോ അത് ചേഞ്ച് ചെയ്യുക രണ്ട് നമ്പേഴ്സിൻ്റെയും. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ നമ്പേഴ്സിന് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, a ഈക്വൽ ടു 1 ആണ്. സോ അതുകൊണ്ട് 3/1 15/1. ഓക്കെ, ഇതാണ് ആൻസർ. എക്സ് ഈക്വൽ ടു 3, 15 സെയിം അല്ലേ? അതായത് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് മിഡിൽ ടേം ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അതിന് ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് സൈൻ ചേഞ്ച് ചെയ്യുക, അതിനുശേഷം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാ ടൈപ്പ് ക്വാഡ്രാറ്റിക് ഇക്വേഷനെയും ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ആവശ്യമുള്ളവരൊന്ന് കാണുക. ഓക്കെ, നെക്സ്റ്റ് ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല എക്സിൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു ഫോർമുല എന്താണ്? എക്സ് ഈക്വൽ ടു -b +or -√b² - 4ac/2a. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എ ബി ആൻഡ് സിൻ്റെ വാല്യൂ എഴുതാം. നെക്സ്റ്റ് ഒന്നിച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഫസ്റ്റ് b² - 4ac വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. b² - 4 b is equal to -18, so -18² - 4 into a equal to 1 into 45. Next, -18² is equal to 324. 4 into 1 into 45 is 180. 324 minus 180 is 144. Okay, so root of b² minus 4ac. b² minus 4ac is equal to 144. So root of b² minus 4ac is root of 44 is equal to 12. Next നമുക്ക് xൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് x equal to -b +or root of b² minus 4ac/2a ആണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. b is equal to -18 + root of b² minus 4ac is 12 divided by 2 into a equal to 1. Okay, ഇതിനെ നമുക്ക് നെഗറ്റീവ് +18 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? +18 + 12/2, 2 into 1 is 2. Okay, നെക്സ്റ്റ് +18 minus 12/2. Okay, നെക്സ്റ്റിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. 18 + 12 is 30/2 is equal to 15. 18 minus 12 is 6/2 is equal to 3. So xൻ്റെ വാല്യൂസ് 3, 15. Okay, നെക്സ്റ്റ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് ഈ ഫുൾ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ എയിം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലീഡിങ് കോഎഫിഷ്യൻ്റ് ഈ ഒരു ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ലീഡിങ് കോഎഫിഷ്യൻ്റ് മസ്റ്റ് ബി 1. ഓക്കെ, ലീഡിങ് കോഎഫിഷ്യൻ്റ് 1 ആക്കണം. ഓക്കെ, ഇപ്പം x² കോഎഫിഷ്യൻ്റ് ആണ് ലീഡിങ് കോഎഫിഷ്യൻ്റ് അല്ലേ? ഇവിടെ ഓൾറെഡി 1 ആണ്. സോ നമുക്ക് ആ സ്റ്റെപ്പ് 1 ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് കോൺസ്റ്റൻറ്റ് ടേമിന് RHSലേക്ക് കൊണ്ടുവരണം. ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം എന്താണ്? 45. സോ x² - 18x
പ്ലസ് 45നെ RHSലേക്ക് കൊണ്ടുവന്നാൽ -45. തേർഡ് സ്റ്റെപ്പ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? -18. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്ലൈ 1/2, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു -18. അതായത് കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുക്കുക, ഈക്വൽ ടു -9. നെക്സ്റ്റ് സ്ക്വയർ ചെയ്യുക, -9 സ്ക്വയർ ഇസ് ഈക്വൽ ടു 81. ഓക്കെ, ഇനി ഈ നമ്പറിനെ കൊണ്ട് LHSലും RHSലും ആഡ് ചെയ്യാം. LHS എന്താ? എക്സ് സ്ക്വയർ -18x പ്ലസ് 81 ഈക്വൽ ടു -45 പ്ലസ് 81. സ്റ്റെപ്പ് 4, LHSനെയും RHSനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ LHS ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -18x പ്ലസ് 81 ആൻഡ് RHS ഈക്വൽ ടു -45 പ്ലസ് 81. -45 പ്ലസ് 81 എന്താണ്? 36. അത് സോൾവ് ചെയ്തു. നമുക്കിത് സോൾവ് ചെയ്യാം. ഇതിന് നമുക്ക് എക്സ് സ്ക്വയറിന് എ സ്ക്വയറിന് കൊടുക്കാം, അതേപോലെ ലാസ്റ്റ് ടേമിന് ബി സ്ക്വയറിന് കൊടുക്കാം. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് നോക്കിയാൽ എൻ്റെ വാല്യൂ എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, എക്സ് അല്ലേ. അതേപോലെ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 81 എന്ന് കൊടുത്താൽ ബീൻ്റെ വാല്യൂ എന്തായിരിക്കും? റൂട്ട് ഓഫ് 81, ദാറ്റ് ഇസ് 9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2ab വാല്യൂ എന്തായിരിക്കും? 2 ഇൻറ്റു AX ഇൻറ്റു B ഈക്വൽ ടു 9 ഈക്വൽ ടു 18x. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഈ ടേം 2ab ആണ്. ഓക്കെ, സോ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്താണ്? a മൈനസ് ബി ഹോൾ സ്ക്വയർ. സോ LHS a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. സോ ഇവിടെ a എന്താണ്? a ഈക്വൽ ടു എക്സ് മൈനസ് ബി എന്താണ്? 9. എക്സ് മൈനസ് 9 ഹോൾ സ്ക്വയർ ഫോമിലാണ് LHS ഉള്ളത് അല്ലേ. സോ LHSനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സ് മൈനസ് 9 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. RHS ഈക്വൽ ടു 36 എന്ന് കിട്ടി. ഇതിനെ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 9 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 ആണെങ്കിൽ എക്സ് മൈനസ് 9 ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് റൂട്ട് 36 ആണ് അല്ലേ. റൂട്ട് 36 ഈക്വൽ ടു പ്ലസ് മൈനസ് 6. അതായത് എക്സ് മൈനസ് 9 ഇസ് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്താൽ 6, എക്സ് മൈനസ് 9 ഇസ് ഈക്വൽ ടു -6. So x equal to 6 plus 9 equal to 15. ഇവിടെ x equal to -6 plus 9, that is 3. So x in the value 3, 15.